ഈ നവീൻ ബാബുവിൻ്റെ മരണം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത്, കാരണം മാധ്യമങ്ങളാണ് ആദ്യം കുടുംബത്തിന് മുൻപേ ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു കാര്യം പറഞ്ഞത്, ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇപ്പോൾ ഭാര്യ തന്നെ പറയുന്നുണ്ട് കെട്ടിത്തൂക്കി കൊന്നതാണ്, അതിൽ കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തുമോ? കാരണം പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ നവീൻ ബാബുവിന്റെ കുടുംബത്തിലെത്തി. അപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. അദ്ദേഹം എന്തെങ്കിലും ചെയ്താൽ അത് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകും, അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാൽ എന്നുള്ളത്. ഇക്കാര്യത്തിൽ അത്തരം എന്തെങ്കിലും ഒരു നീക്കം വരാൻ സാധ്യതയുണ്ടോ? CBI അന്വേഷണം അത് എത്രത്തോളം പ്രായോഗികമാണ്? കുടുംബത്തിന് നീതി കിട്ടാനുള്ള സാധ്യതയുണ്ട്? നിലവിലുള്ള പോലീസ് അന്വേഷണം തൃപ്തികരമല്ല, ആർക്കും തൃപ്തികരമല്ല. പ്രത്യേകിച്ചും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്, കേരളീയ പൊതുസമൂഹത്തിന്. അതുകൊണ്ട് അവരുടെ ഭാര്യയുടെ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിൻ്റെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ് വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നതാണ്. CBI അന്വേഷണത്തിന് ആവശ്യമില്ലെന്ന് കേരള ഗവൺമെൻറ് പല കാരണങ്ങൾ ഉന്നയിച്ച് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് കോടതിക്ക് തീരുമാനിക്കാം ഇനി അത് ഏത് ഏജൻസി അന്വേഷിക്കേണ്ടതെന്ന്. പക്ഷേ ഈ വാദത്തിനിടയിൽ കോടതി നടത്തിയ ചില പരാമർശങ്ങൾ കേരള പോലീസിൻ്റെ അന്വേഷണ രീതിയിലും അവരുടെ കഴിവിലും വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. CBI അവർ പോരാതെ CBI വരണം എന്ന് പറയുവാനുള്ള അടിസ്ഥാന ന്യായം എന്താണ് എന്നൊക്കെ കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ഈ ഹർജിക്കാരിയുടെ അഭിഭാഷകൻ വേണ്ടത്ര പോയിന്റുകൾ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ കോടതി പറയണം ഇത് CBI അന്വേഷിക്കണം എന്ന്. കോടതി പറഞ്ഞാൽ കേസ് അന്വേഷണം CBI ഏറ്റെടുക്കാമെന്ന് CBIയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെങ്കിൽ, CBI പോലുള്ള ഒരു ഏജൻസി അന്വേഷിക്കണമെങ്കിൽ രണ്ട് കാരണങ്ങൾ വേണം. ഒന്ന്, സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെടണം. രണ്ട്, ഒരു കോടതിയുടെ നിർദ്ദേശപ്രകാരം, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരവും CBIക്ക് ഏറ്റെടുക്കാം. ഇവിടെ ഇപ്പോൾ കേരള ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന പ്രശ്നമേ ഇല്ല. കാരണം അതിനകത്ത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കേരള ഗവൺമെൻറ് ഒരു തൽപരകക്ഷിയാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ നയിക്കുന്ന കക്ഷി ഇതിനകത്തൊരു കക്ഷിയാണോ എന്ന് സംശയിക്കുന്നു. കാരണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജില്ലാ നേതാവാണ് ഇതിലെ ഒരു പ്രതി. ആ പ്രതിയുടെ ബിഹേവിയറും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രഭാഷണവും ഈ യാത്രയപ്പ് യോഗത്തിലുള്ള ക്ഷണിക്കപ്പെടാതെയുള്ള അവരുടെ രംഗപ്രവേശവും അഭിപ്രായ പ്രകടനവും തുടർന്ന് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് ഒരു നറേറ്റീവ് ഉണ്ടാക്കാനാണ് ഇത്രയും കാലം അന്വേഷണ ഏജൻസി ചെയ്തത്. ആ തിരക്കിനിടയിൽ അവർ വിട്ടുപോയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഇൻക്വസ്റ്റ് വേളയിൽ, പോസ്റ്റ്മോർട്ടം വേളയിൽ മരണമടഞ്ഞ ആളിൻ്റെ ഉറ്റ ബന്ധുക്കൾ, രക്തബന്ധുക്കൾ ഉണ്ടായിരിക്കണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവിടെ പാലിക്കപ്പെട്ടില്ല. പിന്നെ ഈ ആത്മഹത്യ ചെയ്തു എന്ന് കരുതപ്പെടുന്ന നവീൻ ബാബു താമസിച്ച വീടിൽ ഫിംഗർ പ്രിൻ്റ് ഒന്നും പരിശോധിച്ചതായിട്ട് അറിവില്ല. രണ്ട്, പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് പള്ളിക്കുന്നിലെ ഈ വീട്ടിൽ നിന്ന് പയ്യന്നൂരിനടുത്ത പരിയാരം മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്തായിരുന്നു? തൊട്ടടുത്ത് ജില്ലാ ആശുപത്രിയുണ്ട്. ഒരു 5-6 കിലോമീറ്റർ ദൂരെയാണ് ജില്ലാ ആശുപത്രി, കണ്ണൂർ ജില്ലാ ആശുപത്രി. അവിടെ ചെയ്യാമായിരുന്ന പോസ്റ്റ്മോർട്ടം എന്തിനാണ് അത്രയും ദൂരം കൊണ്ടുപോയി? പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഒരു ഹോമിയോ ഡോക്ടറായിട്ട് വന്ന് പിന്നെ ഹോമിയോ കോട്ടയിൽ നിന്ന് MBBS പഠിക്കുകയും പിന്നെ ഫോറൻസിക്കിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളാണെന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു, വാർത്തകൾ കണ്ടു. ആ കക്ഷിയുടെ അടുത്ത് തന്നെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് പറഞ്ഞ് എത്തിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിലെ നിഗമനം എന്താണെന്നും നമുക്ക് വ്യക്തമല്ല. മാധ്യമങ്ങളിൽ നിന്ന് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ടെങ്കിലും നമ്മളത് വായിച്ചിട്ടില്ല. പക്ഷേ അതിൽ അടിസ്ഥാനപരമായി ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന കാര്യം എന്തുകൊണ്ട് പോലീസ് പാലിച്ചില്ല? പിന്നെ ഈ നവീൻ ബാബുവിൻ്റെ വസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു. ആ രക്തക്കറ എങ്ങനെ വന്നതാണെന്നും അതിൻ്റെ സാധ്യത എന്താണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതേപ്പറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഇങ്ങനെ ഒരുപാട്. പിന്നെ നവീൻ ബാബുവിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള
കോവിലിന് സമീപം, മുനീശ്വരൻ കോവിലിന് സമീപം കൊണ്ടുവന്ന് കാറിൽ വിട്ടിട്ട് പോയ ഡ്രൈവറുടെ മൊഴി ഒരു പൊരുത്തക്കേടുണ്ട്, ഒരു അസ്വാഭാവികതയുണ്ട്. അവിടെ കൊണ്ടുവന്ന് വിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചെത്തി? അത് ഏത് വാഹനത്തിൽ പോയി? അത് ഓട്ടോറിക്ഷയിലാണെന്ന് പറയുന്നുണ്ട്, നമുക്കറിയില്ല. ഓട്ടോറിക്ഷയിലാണെങ്കിൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ ചോദ്യം ചെയ്യണ്ടേ? പോലീസുകാർ ഇതുവരെ അങ്ങനൊരു ചോദ്യം ചെയ്യൽ നടത്തിയതായിട്ടോ ആ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു എന്ന് കണ്ടെത്തുകയോ ചെയ്തതായിട്ട് ഊഹാമൊന്നുമില്ല, അല്ല ഒരു തെളിവുമില്ല. ഇങ്ങനെ അതിൻ്റെ സാഹചര്യങ്ങൾ പലതും ദുരൂഹമായിരിക്കെ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്താൻ പോലീസ് കാണിക്കുന്ന തിരക്കിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് ദുരൂഹ മരണമെന്നെങ്കിലും പറയാൻ ഇതുവരെ പോലീസ് ശ്രമിച്ചിട്ടില്ല. അപ്പോഴാണ് വിധവ നവീൻ്റെ ഭാര്യ മഞ്ജുഷ പറയുന്നത് ഇത് കെട്ടിത്തൂക്കി കൊന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമാണെന്ന് അവർ പറയുന്നത്. കൊലപാതകമാണെന്നുള്ളതിനും 100% തെളിവ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർ പത്തനംതിട്ടയിലെ വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ അത് പിന്നെ ആ സംശയം ദൂരീകരിക്കേണ്ടത് ഈ അന്വേഷണ ഏജൻസിയാണ്. അത് ദൂരീകരിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അവർക്ക് കേരളത്തിലെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസവുമില്ല. അപ്പോൾ കോടതി അവരുടെ പിറകെ കേൾക്കുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതിൽ CBI വരാൻ, അല്ലെങ്കിൽ ഇപ്പോൾ CBI ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കൂടിയാണ്. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ സാധ്യതയുണ്ടോ? കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസാണ് CBI. ഇപ്പോൾ കോടതിയുടെ ഉത്തരവനുസരിച്ചൊക്കെ പിന്നെ ഉത്തരവ് കാത്തിരിക്കുകയാണല്ലോ ജനങ്ങളെപ്പോലെ കേന്ദ്രവും. അപ്പോൾ കോടതി എന്ത് പറയുന്നു എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട കാത്തിരിപ്പിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ കോടതിയിൽ നിന്നും പിന്നെ ഈ ഭാര്യയുടെ പ്രേ അനുവദിക്കപ്പെട്ടില്ലെങ്കിൽ അവർക്ക് അപ്പീൽ പോകാനുള്ള അധികാരമുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരും, ഇല്ലേ? ഇത് ഇവിടുന്ന് അവർക്ക് CBI അന്വേഷണം ഉത്തരവിട്ടില്ല, അവർ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോകും. അത് അവരുടെ അവകാശമാണല്ലോ. അവിടുത്തെയും കൂടെ അറിഞ്ഞിട്ടേ കേന്ദ്രം അതിൽ ഒരു ഉത്തരം പറയുള്ളൂ. ഇൻ കേസ് സുപ്രീം കോടതിയിലും അവർക്ക് അനുകൂലമായ വിധി വന്നില്ലെങ്കിൽ കേന്ദ്രത്തിന് സ്വമേധയാ CBIയോട് ആവശ്യപ്പെടാം. അതെ, കോടതി നിലവിലുള്ള പിന്നെ കാര്യങ്ങളും തെളിവുകളും വെച്ചുകൊണ്ടാണ് വിധി പറഞ്ഞത്. എന്നാൽ ആ കുടുംബത്തിന് നീതി ആവശ്യമുണ്ട്. അവർക്ക് ഗൗരവതരമായ സംശയം നിലനിൽക്കുന്നു. അത് ദൂരീകരിക്കേണ്ടത് ന്യായമാണ് എന്ന് ഒരു നിഗമനത്തിലെത്തിക്കൊണ്ട് CBIക്ക് ഈ കേസ് വിടണം എന്ന് പറയാം. അപ്പോൾ ഈ ഫയലെല്ലാം CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ലോക്കൽ പോലീസ് നിർബന്ധിതമാകും. പക്ഷേ അതിലെത്രമാത്രം പോകും, എങ്ങനെ പോകും എന്നുള്ള ആ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥൻ്റെ സാമർഥ്യം അനുസരിച്ചിരിക്കും.